കോപാകുലനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന് കൊടിയ ശാപം നൽകുകയും ചെയ്യുന്നു. അശ്വത്ഥാമാവ് യഥാർത്ഥത്തിൽ നല്ലവനാണോ അതോ ദുഷ്ടനാണോ? കൽക്കി എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് അശ്വത്ഥാമാവിൻ്റേത്. കൽക്കി സിനിമയിൽ അമിതാഭ് ബച്ചനാണ് അശ്വത്ഥാമാവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ അശ്വത്ഥാമാവ് നല്ല വ്യക്തിയായിട്ടാണ് ഈ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതിഹാസ കാവ്യമായിട്ടുള്ള മഹാഭാരതത്തിലെ അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം നല്ലവനാണോ അതോ ദുഷ്ടനാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അശ്വത്ഥാമാവിനെ പറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. കൂടാതെ നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരികയും ചെയ്യുക. ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ ഗുരു ദ്രോണാചാര്യരുടെ പുത്രനാണ് അശ്വത്ഥാമാവ്. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെയും അദ്ദേഹത്തിന്റെ പത്നിയായ കൃപിയുടെയും പുത്രനായിട്ടാണ് അശ്വത്ഥാമാവ് ജനിച്ചത്. ദ്രോണാചാര്യർക്ക് ശിവഭഗവാന്റെ പ്രീതിയിൽ ഉണ്ടായ പുത്രനായതിനാൽ അശ്വത്ഥാമാവിന് ജന്മനാ തന്നെ ശിവന്റെ തൃക്കണ്ണിന് സമാനമായി നെറ്റിയിൽ ഒരു ചൂടാമണി ഉണ്ടായിരുന്നു. ഈ ചൂടാമണിയുടെ ചൈതന്യത്താൽ അശ്വത്ഥാമാവിന് വിശപ്പ്, ദാഹം, ക്ഷീണം, രോഗങ്ങൾ എന്നിവയെല്ലാം മറികടക്കാൻ കഴിഞ്ഞിരുന്നു. കൂടാതെ അശ്വത്ഥാമാവിന് ആ പേര് ലഭിച്ചത് അശ്വത്ഥാമാവ് ജനിച്ചപ്പോൾ ഒരു കുതിരയെപ്പോലെ കരഞ്ഞെന്നും അതിനാൽ അശ്വത്തെ പോലെ ശക്തിയുള്ളവൻ എന്ന അർത്ഥത്തിൽ അശ്വത്ഥാമാവ് എന്ന പേര് ലഭിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. അശ്വത്ഥാമാവിന് കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കേണ്ടി വന്നു. കാരണം അശ്വത്ഥാമാവിന്റെ പിതാവായ ദ്രോണർ ദരിദ്രനായിരുന്നു. ദ്രോണർക്ക് തന്റെ കുഞ്ഞായിരുന്ന അശ്വത്ഥാമാവിന് പാല് വാങ്ങിക്കൊടുക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല. ഒരിക്കൽ അശ്വത്ഥാമാവിന്റെ കളിക്കൂട്ടുകാർ പാലെന്ന വ്യാജേന കുറെ അരിമാവ് കലക്കി അദ്ദേഹത്തിന് കുടിക്കുവാൻ കൊടുത്തു. അശ്വത്ഥാമാവ് പാലെന്നു കരുതി അത് വാങ്ങിക്കുടിച്ചിട്ട് താൻ ശക്തനായെന്ന ഭാവത്തിൽ ഓടിക്കളിക്കുവാൻ തുടങ്ങി. അപ്പോൾ സുഹൃത്തുക്കൾ അത് പാലല്ലായിരുന്നെന്നും അരിമാവാണെന്നും നിന്റെ പിതാവായ ദ്രോണർ ദരിദ്രനായതിനാൽ പാല് വാങ്ങിത്തരാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ടാണെന്നും പറഞ്ഞ് അശ്വത്ഥാമാവിനെ കളിയാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള വളരെ കഷ്ടപ്പാട് നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു അശ്വത്ഥാമാവിൻ്റേത്. പിന്നീട് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ദ്രോണാചാര്യർ തന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ദ്രുപദ മഹാരാജാവിനെ കാണാനും അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കാനും പോകുന്നു. എന്നാൽ തന്നെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്യുന്നു ദ്രുപദൻ. അതിനുശേഷം ദ്രോണാചാര്യർ ഹസ്തിനപുരിയിലേക്ക് പോവുകയും അവിടെ വസിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അദ്ദേഹം പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കുന്നു. അന്നു മുതൽ അശ്വത്ഥാമാവിന്റെ വാസം രാജകുമാരന്മാരോടൊപ്പമാകുന്നു. അതോടുകൂടി അശ്വത്ഥാമാവിന്റെ കഷ്ടപ്പാടുകളെല്ലാം അകലുകയും ചെയ്യുന്നു. അതിനുശേഷം കൗരവ പാണ്ഡവ കുമാരന്മാരോടൊപ്പം ദ്രോണാചാര്യരിൽ നിന്നും അശ്വത്ഥാമാവും അസ്ത്രശസ്ത്ര വിദ്യകളെല്ലാം സ്വായത്തമാക്കുന്നു. പല ദിവ്യാസ്ത്രങ്ങളും ദ്രോണാചാര്യർ പുത്രന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു മികച്ച യോദ്ധാവായി അശ്വത്ഥാമാവ് മാറുകയും ചെയ്യുന്നു. അശ്വത്ഥാമാവ് ഒരു മഹാരഥനായ യോദ്ധാവായിരുന്നെങ്കിലും അദ്ദേഹം അധർമ്മത്തിന്റെ പക്ഷത്തായിരുന്നു നിലകൊണ്ടിരുന്നത്. ദുര്യോധനന്റെ ഉറ്റമിത്രമായി മാറിയ അശ്വത്ഥാമാവ് ദുര്യോധനോട് ഒപ്പം ചേർന്നുകൊണ്ട് പാണ്ഡവരെ നിരന്തരം ദ്രോഹിക്കുന്നതിന് കൂട്ടുനിന്നു. ദുര്യോധനന്റെ എല്ലാ അധർമ്മത്തിനും കൂട്ടുനിന്ന അശ്വത്ഥാമാവ് ചൂതുസഭയിൽ വെച്ച് പാഞ്ചാലിയെ ആക്ഷേപിക്കുന്നതിനും വസ്ത്രാക്ഷേപം ചെയ്യുന്നതിനും കൂട്ടുനിൽക്കുന്നു. പിന്നീട് മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്തു നിന്നും യുദ്ധം ചെയ്ത അശ്വത്ഥാമാവ് പാണ്ഡവ സൈന്യത്തിന് വളരെ വലിയ വിനാശം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിന്റെ അവസാന ദിവസമായ 18ാമത്തെ ദിവസം ഭീമനുമായുള്ള പോരാട്ടത്തിൽ തുടയെല്ല് തകർന്ന് രണഭൂമിയിൽ വീണ് മരണാസന്നനായി കിടക്കുന്ന ദുര്യോധനന് സമീപം അശ്വത്ഥാമാവ് എത്തുന്നു. അവിടെ വെച്ച് തൻ്റെ ഉറ്റമിത്രമായ അശ്വത്ഥാമാവിനോട് ദുര്യോധനൻ പഞ്ചപാണ്ഡവരെയെല്ലാം കൊല്ലണമെന്നും അവരുടെ രക്തം പുരണ്ട വാൾ കണ്ടാലേ എനിക്ക് സന്തോഷത്തോടുകൂടി മരിക്കാൻ കഴിയുകയുള്ളൂവെന്നും പറയുന്നു. പഞ്ചപാണ്ഡവരെയെല്ലാം വധിക്കാമെന്ന് ദുര്യോധനന് അശ്വത്ഥാമാവ് വാക്കു നൽകുന്നു. എന്നാൽ പാണ്ഡവരോട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള യോദ്ധാക്കൾ കൗരവപക്ഷത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കൗരവപക്ഷത്തെ അവശേഷിച്ച യോദ്ധാക്കളായ കൃപാചാര്യരെയും കൃതുവർമ്മയെയും കൂട്ടുപിടിച്ച് ഇരുളിന്റെ മറവിൽ ചതിയിലൂടെ പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യാൻ അശ്വത്ഥാമാവ് ഒരുമ്പെടുന്നു. ഊരിപ്പിടിച്ച വാളുമായി ഇരുട്ടിന്റെ മറവിൽ പാണ്ഡവരുടെ ശിബിരത്തിലെത്തിയ അശ്വത്ഥാമാവ് ദൃഷ്ടദ്യുമ്നനെ വധിക്കുന്നു. കൂടാതെ പഞ്ചപാണ്ഡവർ ആണെന്നു കരുതി ഉറങ്ങിക്കിടന്നിരുന്ന 5 പാഞ്ചാലി പുത്രന്മാരെയും അശ്വത്ഥാമാവ് വെട്ടിക്കൊല്ലുന്നു. പിന്നീട് ദുര്യോധനോട് പാണ്ഡവരെ താൻ കൊന്നുവെന്ന് പറയുകയും ആ സന്തോഷത്തിൽ ദുര്യോധനൻ പ്രാണം വെടിയുകയും ചെയ്യുന്നു. അശ്വത്ഥാമാവ് ചെയ്ത ഈ കൊടും ക്രൂരത അറിഞ്ഞ പഞ്ചപാണ്ഡവർ അശ്വത്ഥാമാവിനെ വധിക്കാൻ എത്തുന്നു. എന്നാൽ താൻ കൊന്നത് പാണ്ഡവരെയല്ല അവരുടെ പുത്രന്മാരെയാണെന്ന് അറിഞ്ഞ അശ്വത്ഥാമാവ് പകയൊടുങ്ങാതെ അർജുനന് നേർക്ക് ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നു. ഇതുകണ്ട അർജുനനും ബ്രഹ്മാസ്ത്രം തൊടുക്കുന്നു. എന്നാൽ 2 ബ്രഹ്മാസ്ത്രങ്ങളും കൂട്ടിമുട്ടിയാൽ പ്രപഞ്ചം തന്നെ നശിച്ചു പോകുമെന്നും അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പിൻവലിക്കണമെന്നും 2 പേരോടും ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നു.
ഉടൻ തന്നെ അർജുനൻ ബ്രഹ്മാസ്ത്രം പിൻവലിക്കും. എന്നാൽ അശ്വത്ഥാമാവാകട്ടെ തന്റെ ബ്രഹ്മാസ്ത്രത്തെ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. അശ്വത്ഥാമാവ് തന്റെ ബ്രഹ്മാസ്ത്രത്തെ അർജുനന്റെ പുത്രനായിട്ടുള്ള അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുവിടുന്നു. എന്നാൽ ഇത് കണ്ട ശ്രീകൃഷ്ണൻ കോപാകുലനാകുന്നു. കോപാകുലനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിന് കൊടിയ ശാപം നൽകുകയും ചെയ്യുന്നു. അശ്വത്ഥാമാവിന്റെ ക്രൂരതയ്ക്ക് കൃഷ്ണൻ നൽകിയ ശാപം ഇതാണ്: ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാതെ രക്തവും പഴുപ്പും ഒഴുകുന്ന വ്രണങ്ങളുമായി വിശപ്പും ദാഹവും അടങ്ങാതെ ലോകാവസാനം വരെ അലഞ്ഞു തിരിയേണ്ടി വരുമെന്നതാണ് അശ്വത്ഥാമാവിന് കൃഷ്ണൻ നൽകിയ ശാപം. കൂടാതെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് നശിപ്പിച്ച ഉത്തരയുടെ ഗർഭത്തിലെ കുഞ്ഞിനെ കൃഷ്ണൻ പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ പരിരക്ഷിച്ച ആ കുഞ്ഞ് പിന്നീട് പരീക്ഷിത്ത് മഹാരാജാവ് എന്ന പേരിൽ പാണ്ഡവർക്ക് ശേഷം രാജ്യം ഭരിക്കുകയും ചെയ്യുന്നു. അശ്വത്ഥാമാവിന്റെ യഥാർത്ഥ കഥ ഇതാണ്. യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് മഹാഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശ്രീകൃഷ്ണൻ പോലും മനസ്സുനൊന്ത് ഇത്രയും വലിയ ശാപം കൊടുത്ത അത്രയ്ക്ക് നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അശ്വത്ഥാമാവ്. അങ്ങനെ ഒടുങ്ങാത്ത പകയുമായിട്ട് ഒരു ഗർഭപാത്രത്തിലുള്ള ഒരു കുഞ്ഞിനെ വരെ നശിപ്പിക്കുന്ന അത്രയും കൊടും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മഹാഭാരതത്തിൽ അശ്വത്ഥാമാവ്. ഇത്രയും നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി മഹാഭാരതത്തിൽ വേറെ കാണുകയില്ലെന്ന് പറയാം. എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ കൽക്കി 2898 AD എന്ന ചിത്രത്തിൽ അശ്വത്ഥാമാവ് വളരെ നല്ല ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. കൽക്കി സിനിമയിൽ അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച അശ്വത്ഥാമാവ് എന്ന കഥാപാത്രം ചിത്രത്തിൽ നായകതുല്യ കഥാപാത്രമായിട്ടാണ് കാണിക്കുന്നത്. അത് തികച്ചും നാഗേഷിന്റെ ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. അതായത് സംവിധായകന്റെ ഭാവനയിൽ 2898 AD ഒരു ലോകം. ആ ലോകത്തിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 6000 വർഷങ്ങൾക്ക് ശേഷം കൽക്കി അവതാരത്തെ സംരക്ഷിക്കാനായിട്ട് അശ്വത്ഥാമാവ് വരുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. അത് സംവിധായകന്റെ ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. യഥാർത്ഥത്തിൽ അശ്വത്ഥാമാവ് കൊടും ക്രൂരനാണ്. ഓരോ മനുഷ്യനിലും ഉള്ള ഒടുങ്ങാത്ത പകയാണ് അശ്വത്ഥാമാവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടി തരും.